ഹായ് ഹലോ. അപ്പോൾ ഞാൻ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഗോൾഡ് നോക്കാൻ പോയായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ പോയത് വേറൊരു കാര്യത്തിനാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ കാര്യം. കാരണം ആ വീഡിയോയിൽ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ അവൻ എന്തായാലും കാണും. അപ്പോൾ എന്നെ സർപ്രൈസ് പൊളിയും. സാധാരണ അതിന് മുമ്പ് അതായത് ഇനി ബാക്കോട്ടുള്ള ബർത്ത്ഡേയിലാണെങ്കിലും ഞാൻ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കുമെങ്കിലും എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വീണ് പോകും കേട്ടോ. അതുമല്ല എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് എന്തോ ഞാൻ ഭയങ്കരമായിട്ട് നേരത്തെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി എടുക്കണതോ അതോ മറ്റുള്ളവരെ കാണാൻ വേണ്ടി എടുത്ത് കൂട്ടണ വീഡിയോ ഒന്നും അല്ല. എനിക്ക് തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. അതിപ്പോൾ എനിക്ക് അവൻ തന്നെ ഗിഫ്റ്റ് ആണെങ്കിലും ഞാൻ അവന് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. ഒരു ഡോക്യുമെൻ്ററി ആയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസും കാണുന്നത്. അപ്പോൾ അതും ഈ ഒരു വീഡിയോ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതോ അവൻ ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആ സന്തോഷം നിങ്ങൾ കണ്ടല്ലോ. ഞാൻ തലേദിവസം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും ഗസ് ചെയ്തില്ല, പക്ഷെ അവസാനം അവൻ പറഞ്ഞത് ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ ദൈവമേ കയ്യിൽ നിന്നെല്ലാം പോകുന്നൊക്കെ വിചാരിച്ചെങ്കിലും പക്ഷേ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾ. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വാശിയും ദേഷ്യമൊക്കെ കാട്ടാൻ രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് എൻ്റെ സച്ചൂട്ടൻ, പിന്നെ വന്നത് എൻ്റെ അമ്മ കേട്ടോ. ഇപ്പോൾ വഴക്കിടുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ തീർപ്പാക്കാൻ വന്നത് എൻ്റെ അമ്മ തന്നെ ആയിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് എന്താടി നീ എന്തിനാടി വെച്ചൊക്കെ അങ്ങനെ ചെയ്യണം, പാവമില്ലേടി ഇങ്ങനെ വെച്ചായിരിക്കും അമ്മ മെസ്സേജ്. അപ്പോൾ തന്നെ എൻ്റെ വഴക്കൊക്കെ മാറ്റത്തിൽ ഞാൻ വഴക്കിടണമെന്ന് വിചാരിച്ച് സംസാരിക്കണം വിഷമിക്കില്ല, പക്ഷേ സംസാരിച്ച് കഴിയുമ്പോൾ അത് വഴക്കിലായിരിക്കും ഞങ്ങൾ തീരണത്. പക്ഷേ എൻ്റെ ചെക്കൻ ഒത്തിരി പാവമാണ്. എനിക്കതൊക്കെ അറിയാമെങ്കിലും എന്തുകൊണ്ടെന്ന് അറിയില്ല, എനിക്ക് വഴക്കിടാതിരിക്കാൻ പറ്റില്ല. ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.